ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണിന്ന്. നമ്മളൊരു മനോഹരമായ ഒരു യാത്രയിലേക്കുള്ള ചുവടുവെപ്പിലാണ്. ഒരുപക്ഷെ നമ്മളൊരു ആരും തന്നെ പോകാത്ത മനോഹരമായ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെ ഒരു യാത്ര. പ്രിയപ്പെട്ട ഉലഹനൻ സാറ് ട്രാവൽ ഈസ് മൈ തെറാപ്പി ഏകദേശം അഞ്ചോ ആറോ എന്ന് എനിക്ക് തോന്നുന്നു, അതോ അതിൽ കൂടുതലുണ്ടെങ്കിൽ സാറ് പറയും. അത്തരം രാജ്യങ്ങളിൽ അദ്ദേഹം റിട്ടയർമെൻറ്റ് ശേഷം യാത്ര ചെയ്തു. ജപ്പാൻ്റെ ചില വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഈ യാത്രകളിൽ പൈസ മുടക്കാതെ നമുക്കും സാറിനോട് കൂടെ യാത്ര ചെയ്താൽ ഒരുപക്ഷെ വളരെ കൃത്യമായതൊക്കെ കാണാൻ സാധിക്കുമെന്നുള്ള ആ ഒരു വലിയ ഉറപ്പോടെ നമുക്കും സാറിൻ്റെ കൂടെ ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്യാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഉലഹനൻ സാറിനെയും. ഉലഹനൻ സാർ, യു ആർ വെൽക്കം. സാറിൻ്റെ യാത്രയുടെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങും. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി സൗത്ത് ആഫ്രിക്കൻ യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നതിന് മുമ്പ് എൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യം നമ്മുടെ മനസ്സിൽ ഉരുണ്ടുകൂടിയാൽ അത് എങ്ങനെ അവസാനിപ്പിക്കുമെന്നും നമുക്ക് ഉറപ്പുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഞാൻ. ജൂൺ 13 സഫലമായത്. 1966 ഞാൻ 6ാം തരത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചർ വിക്ടോറിയ ഫോൾസ് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വികാര തീവ്രതയോടുകൂടി പറഞ്ഞു തന്നിട്ടുണ്ട് ക്ലാസ്സിൽ, സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സിൽ. അന്ന് എങ്ങനെയോ അതിൻ്റെ ഒരു വിത്ത് എൻ്റെ ഹൃദയത്തിൽ വീണു. ഇതൊന്ന് കാണണമല്ലോ, ഈ ടീച്ചർ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അതൊന്ന് കാണണമെന്നുള്ള അതിയായൊരു മോഹം എന്നിൽ ജനിച്ചു. അതിനെ തുടർന്ന് വിവാഹത്തിന് ശേഷം ഞാൻ എപ്പോഴും ശ്രീമതിയോട് പറയും, ഇങ്ങനെ ഒരു വിത്ത് കിടപ്പുണ്ട് കേട്ടോ. പുള്ളിക്കാരി ചിരിച്ചു തള്ളും. പക്ഷേ ആ ചിരിച്ചു തള്ളൽ എനിക്ക് വളമായി മാറി. ഇത് ഞാൻ ശരിയാക്കും, ഈശ്വരൻ കൂടി സഹായിച്ചു. ആ സൗത്ത് ആഫ്രിക്കൻ രാജ്യത്തിലേക്കുള്ള യാത്രയുടെ ഒരു വിവരണമാണ് നമുക്കിപ്പോൾ തരാൻ പോകുന്നത്. 10 ദിവസത്തെ ഒരു നീണ്ട യാത്ര. ഏതാണ്ട് 30 പേരാണ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. ആ 30 പേരോടൊപ്പം ഞാൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലെ ഓരോരുത്തരെയും വിളിച്ച് കൊണ്ടുപോവുകയാണ്. ടിക്കറ്റിനെ കുറിച്ചോ ആഹാരത്തെക്കുറിച്ചോ ഒന്നും ആലോചിക്കണ്ട. ഒരു മാജിക്കൽ ഷോ ആ രീതിയിലാണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. സാറിനോട് സംസാരിച്ച് സാറ് പറഞ്ഞ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. കുറവുകളും കുറ്റങ്ങളും ഒക്കെ നമുക്ക് പിന്നെ കാണാം, പക്ഷെ നമ്മൾ ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുക. സാറിൻ്റെ അനുഗ്രഹം, ദൈവാനുഗ്രഹം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനയും കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെതായ രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഒന്നിച്ചായി കഴിഞ്ഞു. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. നാം പരസ്പരം കണ്ട് വിഷ് ചെയ്തു. അതിനകത്ത് എൻട്രി ആയി. വളരെ എളുപ്പം. 3 മണിക്കൂർ പുറത്തിരുന്നിട്ടാണ് അകത്ത് കയറുന്നത്. കയറിക്കഴിഞ്ഞാൽ എല്ലാം സ്വസ്ഥമായി മാറി. ഇവിടെ എല്ലാവരും ചുറ്റുമൊക്കെ ഒന്ന് നോക്കി അവനവന്റെ സീറ്റുകൾ ഓക്കെ ആക്കി. ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഈ യാത്രയിൽ 30 പേർ, 15 കുടുംബമായിരുന്നു. ഭാര്യ ഭർത്താവ്, ഒരേ പ്രായം, റിട്ടയർമെന്റ് എൻജോയ് ചെയ്യാൻ മനസ്സിൽ ഒരുക്കിയ ഒരു കൂട്ടം ആളുകൾ. എല്ലാവരും സ്വസ്ഥരായി കഴിഞ്ഞു. നമ്മുടെ പ്ലെയിൻ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി സ്പീഡ് ആകുന്നതിന് മുമ്പ് എയർ ഹോസ്റ്റസ്മാർ, സുന്ദരികളായ എയർ ഹോസ്റ്റസ്മാര് നമ്മുടെ മുൻപിൽ വന്ന് ഒരു ചിരി ചിരിച്ചിട്ട് നമുക്ക് വട്ടം കെട്ടാൻ ഉള്ള ആ കയർ കെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി അവർ സന്തോഷത്തോടെ തിരിച്ചു പോവുകയും അടുത്ത ഏതാനും മിനിറ്റിനകത്ത് നമ്മളിപ്പോൾ ഉയരാൻ പോവുകയാണ്. മോളലോടും ഇരമ്പലോടുകൂടി പ്ലെയിൻ മുന്നോട്ട് പോകുന്നു. ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ച് അതൊന്ന് വിഷ്വലൈസ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. പ്ലെയിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതാ ഒരു കുതിപ്പ്, അത് ഉയരങ്ങളിലേക്കുള്ളതാണ്. ഏതാണ്ട് 36,000 അടി ഉയരത്തിലേക്ക് അത് പോവുകയാണ്. എല്ലാവരും കിട്ടിയ സൈഡ് സീറ്റുകളിലൊക്കെ ഇരുന്ന് ഭൂമിയിലേക്ക് നോക്കി അത് ആസ്വദിക്കുകയായിരുന്നു ആ നിമിഷം. അപ്പോൾ 3-4 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ എത്തുന്നത്. അത് തന്നെ നമുക്ക് അത്ഭുതകരമായൊരു കാര്യമായിരുന്നു. ഇവിടുന്ന് നേരെ നാം ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പറന്നത്. നമ്മൾ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ തിരക്കും ശബ്ദാനമായ ഒരു അന്തരീക്ഷം. പുതിയ എയർപോർട്ടാണ് ബാംഗ്ലൂരിലുള്ളത്. അവിടെ നമ്മൾ ഏതാണ്ട് 2 മണിക്കൂറോളം ഈ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുന്നു. അടുത്ത അവിടെയുള്ള ചുറ്റുപാടുകൾ കൃത്യമായി നമ്മളെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് വീണ്ടും അകത്തേക്ക് നമ്മളെ കയറ്റുന്നത്. അവിടുന്ന് നമ്മൾ പോകുന്നത് അഡീസ് അബാബ അവിടേക്കാണ്. അവിടെ ആ അഡീസ് അബാബ എന്ന ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള വീണ്ടും എല്ലാവിധ പരിശോധനയും ഓരോ എയർപോർട്ടിൽ എത്തുമ്പോഴും അവിടുത്തെ പരിശോധനകൾ കൂടുതൽ കൂടുതൽ കർശനമായി വന്നുകൊണ്ടിരുന്നു. നമ്മൾ അവിടുന്ന് ഒരു എത്യോപ്യൻ എയർലൈൻസിലാണ് കയറിയിരിക്കുന്നത്. വീണ്ടും നമ്മുടെ കൂടെ വന്നവരിൽ ഒരു 90% ഈ യാത്രകളൊക്കെ പലപ്പോഴും ചെയ്തവരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വെപ്രാളമൊന്നുമില്ല. ആ വെപ്രാളം കൂടാതെ അവനവന്റെ സീറ്റുകൾ സ്വയം കണ്ടുപിടിച്ച് ഇരിപ്പുറപ്പിച്ചു. ഇവിടുന്ന് നമ്മൾ പോകുന്നത് സിംബാബ്വേയിലേക്കാണ്. അവിടെ 2 മണിക്കൂറിന്റെ ഒരു ഡിഫറൻസ്, ഇന്റർനാഷണൽ ടൈം ഡിഫറൻസ് 2 മണിക്കൂർ അവിടെ കുറവാണ്. അപ്പോ ഈ സിംബാബ്വേയില് നമ്മൾ ഏതാണ്ട് 2 ദിവസം താമസിക്കേണ്ടിയിരിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഈ സാംബിയ നദിയെക്കുറിച്ചാണ് നമ്മളവിടെ ഇറങ്ങി നമ്മുടെ ഹോട്ടലിലൊക്കെ എത്തുന്നു. അതൊന്നും പറഞ്ഞ് സമയം കളയാനില്ല. വിശാലമായൊരു ഹോട്ടൽ. അതിൽ നിന്ന് നമ്മൾ നേരെ സൺസെറ്റ് ക്രൂസിന് പോവുകയാണ്. നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മുടെ ഹോട്ടലിൽ എത്തിച്ച് ഓരോ കപ്പ് ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് അന്നത്തെ വൈകുന്നേരം, നമ്മൾ വൈകുന്നേരം എത്തിയെന്ന് മനസ്സിലാക്കുക, അന്നത്തെ വൈകുന്നേരം അപ്രതീക്ഷിതമായി സാംബിയ റിവറിൽ, സാംബിയ നദിയിൽ നമ്മൾ സാംബസി നദിയിലൂടെയുള്ള ഒരു ചെറു കപ്പലിലെ യാത്രയാണ്. സാർ, ആ കപ്പലിന്റെ ചിത്രം കാണിച്ചോളൂ. ഒരു 3 ചിത്രത്തിലെ ഒന്ന് ആ കപ്പലിന്റെ ചിത്രമാണ്. നമ്മളിപ്പോ കാണുന്നത് ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഞാൻ ഒരു ലേശം പുറകോട്ട് പോകും. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന ഒരു സ്കോട്ടിഷ് മതപ്രചാരകനാണ്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ വിക്ടോറിയ വാട്ടർഫാൾസ് കണ്ടുപിടിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ വരാം. ഓക്കെ, നമ്മൾ സാറേ കപ്പലാണ് നമ്മുടെ മുമ്പിൽ എത്തേണ്ടത്. ആദ്യത്തെ ചിത്രം കപ്പലിലാണ്. ഒരു ചെറു കപ്പലാണ്. ഏതാണ്ട് ഒരു 150-200 ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ കപ്പലാണ്. ഈ നദിയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങി. നദിയുടെ ഉത്ഭവസ്ഥാനം സാംബസി നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് സാംബിയയിലെ വിലുങ്ക എന്ന ചതുപ്പ് നിലത്തിൽ നിന്നാണ്. സാംബിയയിലുള്ള ഒരു ചതുപ്പ് നിലത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ഇത് 6 ആഫ്രിക്കയിലെ 6 രാഷ്ട്രങ്ങൾ കടന്ന് അവസാനം ഇന്ത്യ മഹാസമുദ്രത്തിലാണ് അത് കീഴടങ്ങുന്നത്. ആ രാജ്യങ്ങൾ ഏതൊക്കെയെന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിൽ കണ്ടാൽ DR കോങ്കോ, അങ്കോള, നമീബിയ, ബോട്സ്വാന, സിംബാബ്വെ, മൊസാംബിക്, ഇത്രയും രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഇത്രയും നീളം എത്ര കിലോമീറ്റർ ആണെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം 2574 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലയിച്ചു ചേരുന്നത് ഈ സാംബസി നദി.
ഇനി നമുക്ക് വീണ്ടും മുന്നോട്ട് പോയാൽ ഇവിടെ സാർ നമുക്ക് ഞാൻ വെള്ളച്ചാട്ടം ഒന്ന് കാണിക്കാം സാർ. അപ്പോ സാംബസി നദി ലോകത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. മതി സാർ, അതും കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. ലോകത്തിലെ 4ാമത്തെ നദിയും കിഴക്കോട്ട് ഒഴുകുന്ന നദിയുമാണ്, നീളം കൂടിയതുമാണ്. ഇനി ഈ നദിയിലാണ് പ്രകൃതിജന്യമായ ലോകാത്ഭുതമായ വിക്ടോറിയ വെള്ളച്ചാട്ടം ഉള്ളത്. ആ കാഴ്ചയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. ആ 4ാമത്തെ നദി, അതിലെ വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണുന്നത്, വിക്ടോറിയ വെള്ളച്ചാട്ടം. ഞാൻ അതിനു മുമ്പ് ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ക്രിസ്ത്യൻ മതപ്രചാരണത്തിനായിട്ടാണ് അവിടെ എത്തുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തെത്തി അദ്ദേഹം അതിനെ നോക്കി വിസ്മയിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ആദിവാസികൾ അവിടെ വരുന്നു. അവിടുത്തെ ആദിവാസികൾ വരുന്നുണ്ട്. അവര് അദ്ദേഹത്തെ വിലക്കുകയാണ്. ഇനി മുന്നോട്ട് പോകരുത് എന്ന വിലക്കൽ അവിടെ ഉണ്ട്. പക്ഷേ ബുദ്ധിമാനായ അദ്ദേഹം അവരോട് സ്നേഹത്തിൽ കൂടി പ്രകൃതിയുടെ ഒരു വികൃതി മാത്രമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ആണ് ആ വെള്ളച്ചാട്ടത്തിന്റെ സ്ഥിതി, വിക്ടോറിയ വെള്ളച്ചാട്ടം. അതിന് അദ്ദേഹമാണ് പേരിട്ടത്. വിക്ടോറിയ റാണി അവരുടെ പേരാണ് ആ വെള്ളച്ചാട്ടത്തിന് ഇട്ടത്. അങ്ങനെയാണ് വെള്ളച്ചാട്ടത്തെ കുറിച്ച് കയറി വന്നത് വിക്ടോറിയ വാട്ടർഫാൾസ്. ഈ അവസരത്തിൽ ഇപ്പൊ നമ്മള് എനിക്ക് കിട്ടിയ അറിവുകളും അതിന്റെ ബാക്കിപത്രങ്ങളും ഒക്കെ ചേർത്തിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സംശയം തോന്നാം, ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം വിക്ടോറിയയാണോ? ഉത്തരം ഒന്നേ ഉള്ളൂ, അല്ല. ഞാൻ അമേരിക്കൻ യാത്രയിൽ നയാഗ്ര വെള്ളച്ചാട്ടം കണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് നയാഗ്രയുടെയും ഇതിന്റെ പ്രകൃതി വ്യത്യാസമാണ്. അവിടെയും സംഭവിക്കുന്നത്, നയാഗ്ര വട്ടം വിശാലമായി വന്ന് പെട്ടെന്ന് താഴോട്ടുള്ള ഒരു വീഴ്ചയാണ്, ഒരു പതനമാണ്. അതിന്റെ മിസ്റ്റും, ഞാൻ നയാഗ്രയെ കുറിച്ചാണ് പറയുന്നത്, അതിന്റെ മിസ്റ്റ് മുകളിലേക്ക് വരുന്നതും കാറ്റിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നീങ്ങി പോവുകയും ചെയ്യുന്നു. ഇവിടെ ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം, ഒരു സെക്കൻഡ് കൂടെ പുറകോട്ട് പോകാം. നയാഗ്ര വെള്ളച്ചാട്ടം അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തിയാണ്. ആ വീഴുന്ന വെള്ളം 2 നദികളായി മാറി ഒരു ഭാഗം കാനഡയായും അടുത്ത ഭാഗം അമേരിക്കയുമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെയും അങ്ങനെ സംഭവങ്ങളുണ്ട്, പറയാം. അപ്പോൾ ഇവിടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമോ വീതി കൂടിയ വെള്ളച്ചാട്ടമോ അല്ല ഇത്. ഏറ്റവും കൂടുതൽ വെള്ളം വന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടമാണിത്. അതാണ് ഇതിന്റെ പ്രകൃതി. ഇപ്പോ ഇനി ഇതിനെ കവച്ചു വെക്കാൻ ഉയരമുള്ള മറ്റൊരു തെക്കേ അമേരിക്കയുടെ ഇഗ്വാസ് വെള്ളച്ചാട്ടം മാത്രമാണ് എതിരാളി. തെക്കേ അമേരിക്കയിലെ വെള്ളച്ചാട്ടമാണ് ഇഗ്വാസ് എന്നുള്ളത്. അതുമാത്രമാണ് ഈ വിക്ടോറിയക്ക് ഒരു എതിരാളിയായി നമുക്ക് കാണാൻ കഴിയുക. പാശ്ചാത്യ രാജ്യത്തിന് ഇതിനെ അഡ്രസ് ചെയ്ത് കൊടുത്തത് ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണെന്ന് പറഞ്ഞു. അവിടുത്തെ നാട്ടുകാര് പുക വെടിക്കെട്ടെന്നാണ് ഇതിന് പറയുന്നത്. ഒരു പുകമറ, ശക്തമായൊരു പുകമറ, അതിലെ വെടിക്കെട്ടായിട്ട്, ഇടിവെട്ടായിട്ട് അവരതിനെ കാണുകയാണ്. ഇദ്ദേഹം ഇത് ഈ ലോകത്തിന്, വെസ്റ്റേണേഴ്സിന് പരിചയപ്പെടുത്തിയത് 1855 ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഷ്യൂൺ അവരുടെ പേരോട് ചേർത്താണ്, അവരുടെ പേരാണ് ഈ വെള്ളച്ചാട്ടത്തിന് അദ്ദേഹം ഇട്ടത് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആർക്കും സ്വപ്നം കാണാൻ പോലും കഴിയുന്നതല്ല, ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല ഈ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത. സ്വർഗത്തിലെ മാലാഖമാര് ഭൂമിയിലേക്കോ ഈ അവരുടെ ചിറകുകളുമായി
പറന്ന് ഇതിനു മുകളിലൂടെ അവരുടെ ചിറകിൽ ഈ മിസ്റ്റ് വെള്ളം ആ മാലാഖമാര് അവരുടെ ചിറകിൽ വീഴുന്ന വെള്ളത്തിന്റെ ഒരു ആസ്വാദ്യത, ആ പ്രകൃതിയുടെ ഒരു ആസ്വാദ്യത കണ്ട് അവർ നൃത്തം ചവിട്ടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാഴ്ച അത്ര അതിഗംഭീരമായ വനമാണ്. വിക്ടോറിയ വനത്തിന്റെ ഒരു രീതിയിലുള്ള വനമാണ് അവിടെ ബാക്കിയുള്ളത്. ആ കാഴ്ചയും നമുക്ക് വളരെ മനോഹരമാണ്, മനസ്സിൽ കിട്ടുന്ന കാഴ്ചയാണ്. അതിൻ്റെ ഒരു അനുഭൂതിയിൽ എല്ലാം മറന്ന് എല്ലാവരും ആനന്ദത്തിൽ നിൽക്കുകയാണ്. ഈ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ നേർക്കാഴ്ചകൾ കാണുന്നതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിക്ടോറിയ ഈ സാംബിയ വശത്തേക്കാണ് പോകേണ്ടത്. സാർ ഇപ്പോൾ ആ കാണിച്ചത് സാംബിയ വശത്തേക്ക് നമ്മൾ പോകുമ്പോൾ, യാത്ര ചെയ്ത് പോകുമ്പോൾ അവിടുത്തെ വെള്ളച്ചാട്ടം, ആ ഭാഗത്തുള്ള വെള്ളച്ചാട്ടമാണ്. ആ ഇതാണ് സാർ ഇത്. ഈ വെള്ളച്ചാട്ടം അതിമനോഹരമാണ്. കൂടുതൽ പൊക്കത്തിൽ നിന്നാണോ അത് വീഴുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ എല്ലാവരും അത് കാണാനുള്ള യാത്രയിൽ സാംബസി നദിയിൽ സ്ഥിതി ചെയ്യുന്ന വിക്ടോറിയ ഫാൾസ് ഈ സാംബസിയെയും സിംബാബ്വേയുടെയും അതിർത്തിയിലാണ്. നയാഗര 2 രാഷ്ട്രങ്ങളുടെ അതിർത്തിയിലാണെങ്കിൽ ഇവിടെയും അങ്ങനെ 2 രാഷ്ട്രങ്ങളുടെ അതിർത്തിയിലാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അറിവിലേക്ക്, ആഫ്രിക്ക എന്നത് ഒരു ഇരുണ്ട ഭൂഖണ്ഡമാണ്. ആണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് തിരുത്തുകയാണ്. ആയിരുന്നു. ഇന്ന് ലോകത്തിന് പ്രകാശം നൽകുന്ന ഒത്തിരി സംഭവങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് നമ്മൾ മറക്കണ്ട. അപ്പോൾ ഈ വാട്ടർഫാൾസ് കൊണ്ട് സാംബിയയെയും സിംബാബ്വേയെയും 54 രാഷ്ട്രങ്ങൾ കൂടിയ ഈ ഇരുണ്ട ഭൂഖണ്ഡം എന്ന് നമ്മുടെ മുന്നിൽ അറിയിച്ച അവിടെ നയാഗ്രയുടെ ഇരട്ടി വീതിയും ആഴവും അതിനുണ്ട്. ഇതിന്റെ പതനം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പതിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതിന്റെ ശബ്ദം 40 കിലോമീറ്റർ അകലെയാണ് കേൾക്കാൻ കഴിയുന്നത്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ പതനത്തിലുണ്ടാവുന്ന ശബ്ദം നമുക്ക് 4 കിലോമീറ്റർ അകലെ കേൾക്കാൻ കഴിയും. അതുകൊണ്ടും കഴിഞ്ഞില്ല, ആ പതനം താഴോട്ട് പോയി അത് ജലതുള്ളികളായി മുകളിലേക്ക്, മിസ്റ്റായി മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അളവ് 400 മീറ്ററാണ്. 400 മീറ്റർ ഉയരത്തിലാണ് ആ മിസ്റ്റ് ചെന്ന് പോകുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന നമുക്ക് കാഴ്ചക്കാരനുണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറയുന്നത്, ഈ മിസ്റ്റ് മുകളിലേക്ക് വരുമ്പോൾ ഫുൾ ഒരു കർട്ടൻ ഇട്ടിട്ട്, ഒരു വെളുത്ത കർട്ടൻ ഇട്ടിട്ട് ആ ചാട്ടത്തെ മറയ്ക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അക്ഷമരായി അതിനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു ചെറു കാറ്റടിക്കുമ്പോൾ ആ മിസ്റ്റ് മാറിപ്പോവുകയും ആ നിമിഷം നമുക്ക് കാണാൻ കഴിയും. 2-5 മിനിറ്റ് മാക്സിമം. അത് കഴിയുമ്പോഴേക്ക് അടുത്ത മിസ്റ്റ് മുകളിലെത്തി പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ മിസ്റ്റിനെ നമുക്ക് ഏതാണ്ട് 50 കിലോമീറ്റർ അകലെ നിന്ന് കാണാനായിട്ട് കഴിയും. നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ ഒരു പുതിയ ആ ചിത്രം, നമ്മൾ ഓരോ ഭാഗത്ത് ചെന്ന് പോയി കണ്ട ഒരു ചിത്രമുണ്ട്. ആ ചിത്രമാണിത്. 2 ഇടുക്കുകളിലൂടെ, പൂർണ്ണമായതല്ല, ഒരു ഭാഗത്ത് കാണുന്നതാണ്. പൂർണ്ണമായത് ഒന്നിച്ച് കാണാൻ പറ്റില്ല, അത് ഹെലികോപ്റ്ററിലെ യാത്രയിലെ കാണുന്നത് പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞാലും. ഇതവിടെ നമ്മൾ കണ്ട ആ വെള്ളച്ചാട്ടത്തിന്റെ അവസ്ഥയാണ്. അപ്പോൾ അതിന്റെ മിസ്റ്റ് നമുക്ക് 50 കിലോമീറ്റർ അകലെ നിന്ന് കാണാനായിട്ട് കഴിയും, വെള്ളപ്പുക കയറി വരുന്നത്. ഇത് തദ്ദേശീയരായ ആളുകൾ അന്ന് ഏതോ ജലദേവതയുടെ അലർച്ചയായി അതിൻ്റെ പതന സ്വരത്തെ അവർ കേട്ടിരുന്നു. ഭയത്തോടുകൂടി, ഭയപ്പാടോടുകൂടിയാണ് അതിൻ്റെ പതനത്തെ
അവർ കേട്ടിരുന്നത്, ആ ശബ്ദം അവർ കേട്ടിരുന്നത്. അവർ പറഞ്ഞത് ഏതോ ജലദേവതയുടെ അലർച്ചയാണ്, വികാരത്തള്ളച്ചിലുണ്ടായ ഒരു അകർച്ചയാണ്, ഒരു അലർച്ചയാണ് അതിൻ്റെ ശബ്ദമായി അവർ കണക്കാക്കിയിരുന്നത്. ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന പ്രചാരകൻ ഈ പ്രബോധനങ്ങളുടെ ഇടയിലൂടെ ജനങ്ങളോടൊപ്പം സഞ്ചരിച്ച് ഇത് പ്രകൃതി നമുക്ക് തന്ന അനുഗ്രഹമായി അദ്ദേഹം അത് ചിത്രീകരിക്കുകയും ആളുകൾ അംഗീകരിക്കുകയും ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ അവിടുത്തെ ജനങ്ങളോടൊപ്പം താമസിച്ച് അവരുടെ ആഹാരം കഴിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന വെള്ളം കുടിച്ച് പ്രകൃതിയെയും ഈശ്വരനെയും കുറിച്ച് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു എങ്കിലും നമ്മൾ ആദ്യം കണ്ട ഡേവിഡ് ലിവിങ്സ്റ്റന്റെ പ്രതിമയുടെ മുന്നിലൂടെ അദ്ദേഹത്തെ മനസ്സാ ഒന്ന് മാനിച്ച് ഇറങ്ങി ഈ വെള്ളം വീഴുന്ന ആ ഭാഗത്ത് അതിലൊരു ഇരുമ്പ് പാലത്തിലൂടെ 3 കിലോമീറ്റർ നടന്നു വേണം ഈ വീഴ്ച നമുക്ക് കാണാൻ. അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു മഴക്കോട്ട് കൊടുത്തിരുന്നു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. നല്ല വെയിലുള്ള സമയത്ത് എന്തിനാണ് ഈ മഴക്കോട്ട്? ആ മഴക്കോട്ടിനെ കുറിച്ച് നമ്മുടെ കൂടെ വന്ന ഒരു ഗൈഡുണ്ട്, കൊച്ചിയിൽ നിന്ന് വന്ന ഗൈഡ്. ഞാൻ അവരെ ഒട്ടും തന്നെ ഈ നിമിഷം വരെ ഒന്നും പറഞ്ഞില്ല. സിജി റോയ്, ചെറുപ്പക്കാരി മിടുക്കിയായ ഒരു പെൺകുട്ടി. അവരാണ് നമ്മുടെ സൂപ്പർ ഗൈഡ്. എനിക്ക് അത്ര വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഭയപ്പെടുന്ന ആ ഭാഗത്ത് ആ ചെറുപ്പക്കാരിയായ സ്ത്രീ മനോധൈര്യം കൊണ്ട് നമ്മളോടൊപ്പം. അവര് ഓരോരുത്തർക്കും ഈ കോട്ട് വിതരണം ചെയ്യുമ്പോൾ അവര് മനസ്സുകൊണ്ട് 30 കോട്ട് ഇഷ്യൂ ചെയ്തു എന്ന് എണ്ണി സംതൃപ്തിയായ ശേഷമാണ് നമ്മളെ മുന്നോട്ട് വിടുന്നത്. ആ പാലത്തിലൂടെ സഞ്ചരിച്ച് കണ്ടോളൂ, അതുപോലെ മൊബൈലുകളൊക്കെ നിങ്ങൾ പൊതിഞ്ഞു വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും എന്തിനാ എന്ന ചോദ്യത്തിന് ഉത്തരം അവർ പറഞ്ഞില്ല. നമ്മൾ ആ ഇരുമ്പ് പാലത്തിലൂടെ നീങ്ങുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഘോരമായ മഴ പതിക്കുന്നത് പോലെ നമുക്ക് തോന്നി. എല്ലാവരും കുളിച്ചു കഴിഞ്ഞു. അവര് തന്ന ആ ഷീറ്റ് നമ്മുടെ തല മാത്രമേ സംരക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. അത്ര വീശി അടിച്ച ഒരു മഴയായിരുന്നു അത്. മഴയെന്ന് നമുക്ക് പറയാം, പക്ഷെ വൻ തുള്ളികൾ ആകാശത്ത് നിന്ന് വീണു. നമ്മുടെ കയ്യിലുള്ള മൊബൈലോ ക്യാമറയോ ഒന്നും തന്നെ പുറത്തെടുക്കാൻ പറ്റാത്ത, അവിടെ നിന്നൊന്നും ഒരു ഫോട്ടോ നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. ഇത് ഗൈഡ് പറഞ്ഞത് ഈ മുകളിലേക്ക് ഉയരുന്ന ജലപാളി മുകളിലെത്തി അതിന് മുകളിൽ നിന്ന് തണുത്ത് ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ അത് നേരെ താഴോട്ട് വീഴുന്നതാണ്. ആ വീഴ്ച നമ്മുടെ തലയിലേക്കാണ്. ഒന്നും കാണാൻ കഴിയുന്നില്ല. ഒരു 3 കിലോമീറ്ററിൽ അവസാനിക്കുന്ന ഒരു ഭാഗം ഒരു 1.5 കിലോമീറ്റർ ഒക്കെ സഞ്ചരിച്ചപ്പോഴേക്കും എല്ലാവരും മടുത്തു. എല്ലാവരും തിരിക്കുന്നു. അപ്രതീക്ഷിതമായൊരു നനയും. ഫുൾ ഡ്രസ് നമുക്ക് നനഞ്ഞു പോയി. സംരക്ഷിക്കാനുള്ളത് മാത്രം നമ്മൾ ഇതിനകത്ത് പൊതിഞ്ഞ് കയ്യിൽ പിടിച്ചു എന്നുള്ളതാണ്. അപ്പോ ആ കാഴ്ച, ആ സംഭവം ഇപ്പൊ പറയാനുള്ള കാരണം അതാണ്. ആദ്യമേ പറഞ്ഞാൽ നമ്മളെല്ലാം നനഞ്ഞു പോവില്ലേ. ഇപ്പോഴാണ് നമ്മുടെ മനസ്സ് കുതിർന്നത്. തിരിച്ചു വരുന്നു, ആദ്യം കണ്ട ഭാഗത്തേക്ക് തന്നെ എത്തുകയാണ്. അപ്പോ ഈ ജലപതനം നേരിൽ കാണാൻ നമുക്ക് പിന്നെ കഴിയുന്നത് ഈ കാറ്റ് മാറിയ മിസ്റ്റ് കാറ്റ് കൊണ്ടുപോയി കഴിയുന്ന ചില നിമിഷങ്ങളാണ്. നേരത്തെ ഇപ്പൊ തന്നെ സബ്സാർ കാണിക്കുന്ന ആ ചിത്രം, മഴവില്ലിന്റെ ചിത്രത്തോടു കൂടി ഒരു ഭാഗം. ഇപ്പൊ ആ ഇരുട്ടിൽ നിൽക്കുന്നത് അതാണ്. ആ മഴവില്ലോട് കൂടിയ ആ പതനത്തിന്റെ റിസൾട്ടിൽ ഇത് ശക്തമായൊരു പതനമാണ്. അതിൻ്റെ വളരെ വ്യക്തമായ ഒരു മഴവില്ല് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അവിടുന്ന് ശ്വാസം അടക്കി മുന്നോട്ട് പോവുകയാണ്. ഞാൻ ആ സാംബസി നദിയെക്കുറിച്ച്, ഇതിനിടയിലാണ് നമ്മൾ സാംബസി നദിയിലേക്ക് ആദ്യം നമ്മൾ ഇറങ്ങിയ സാംബസി നദിയിലെ ആ കപ്പലിലെ കൊച്ചു യാത്രയാണ്. ഇനി അതിനെക്കുറിച്ചൊന്ന് ചെറുതായി പറഞ്ഞോട്ടെ. ഈ 150 പേര്, നമ്മുടെ 30 പേരാണ്. ബാക്കിയുള്ള 120 പേരും മറ്റു ഒരുപാട് പ്രദേശത്തുള്ള ആളുകളാണ്. വേറൊരു കൂട്ടം മലയാളികളെയും നമ്മൾ അവിടെ കണ്ടു.
സാംബസി നദിയുടെ ജലത്തിന്റെ യാത്ര എന്ത് സ്പീഡിലാണ്, എന്ത് തിക്നെസ്സിലാണ്, എന്ത് കവറിലാണ്, നിറത്തെക്കുറിച്ചൊക്കെ നമ്മൾ ബോധറാവുന്നത് അങ്ങനെയാണ്. എഞ്ചിന്റെ പുറകിലൂടെയുള്ള തള്ളൽ, 2 നിലയാണതിന്, ഡൗണിലൊന്ന്, ഇടയ്ക്കൊന്ന്, അതിന്റെ മുകളിലൊന്ന്. നമ്മൾ കാണാൻ കയറിയിരിക്കുകയാണ്, വൈകുന്നേരമല്ലേ, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. പക്ഷെ അതും നമ്മുടെ ഗൈഡ് പറഞ്ഞു, നിങ്ങൾ കണ്ടുകൊള്ളുക, വെള്ളത്തിലേക്ക് നോക്കുക, കരയിലേക്ക് നോക്കുക. വെള്ളത്തിലേക്ക് നമ്മൾ ചില സമയത്ത് പതുക്കെ സ്പീഡ് കുറയുന്ന കാണാം. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തോ വെള്ളത്തിൽ കണ്ടിട്ടുണ്ട്. 3 കാഴ്ചകളാണ് ഞങ്ങൾ വെള്ളത്തിൽ കണ്ടത്. ഒന്ന്, ഈ ഒരു ചെറിയ ചലനം ഉണ്ടാവുകയും വെള്ളം ചീറ്റുകയാണ് മുകളിലേക്ക്. സുഹൃത്തുക്കളെ, ആനയാണ്. ആന നീന്തി ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അത് ശ്വാസം എടുക്കുന്നതിന് തുമ്പിക്കൈയിലേക്ക് പിടിച്ചു നിർത്തിയ വെള്ളം പുറത്തേക്ക് ചീറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. അത് മനോഹരമായ പൂക്കുറ്റി കത്തുന്നത് പോലെ ശക്തമായിട്ടാണ് അത് ചലിപ്പിക്കുന്നത്. ആ വെള്ളം നമുക്ക് ചീറ്റുന്നത് കാണുന്നത്. ആ സമയത്ത് ഡെഡാണ്, മുന്നോട്ട് വിടില്ല, ഡ്രൈവർ മുന്നോട്ട് വിടില്ല ബോട്ടിനെ. ആ ഒരു ചീറ്റല് ആ കരയെത്തുന്ന ആ സമയം വരെ നമുക്ക് കാണാനുള്ള സമയമാണ്. കരയിലെത്തിയ ആനകൾ അവിടെ ഇങ്ങനെ കൂടി തിന്നാനുള്ളത് തിന്ന് മുന്നോട്ട് പോകും. വീണ്ടും നമ്മൾ ഒരു 5 മിനിറ്റ് മുന്നോട്ട് പോയപ്പോഴാണ് അടുത്ത കരയില് ഒരു കൂട്ടം, അത് ഹിപ്പോപ്പൊട്ടമസ് വെയിൽ കൊള്ളാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ആ സൈഡിൽ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നതാണ്. എന്ത് മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. തിളങ്ങുകയാണ് അവരുടെ പുറം. അവർ ഇടയ്ക്കൊന്ന് തല പൊക്കി കാണിക്കും, വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. ഇപ്പൊ ഇവിടെ ഇത്തരം കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഒരു ശ്വാസമടക്കി നമ്മൾ തിരിച്ചു വരുന്ന പ്രകൃതിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ സാംബസി നദി, അത് സൃഷ്ടിച്ചിരിക്കുന്ന വാട്ടർഫോൾ, അതിന് ശക്തമായ മിസ്റ്റ്, ഈ അനുഭവങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് നമ്മൾ അവിടുന്ന് മടങ്ങുകയാണ്. ഈ വൈകുന്നേരത്ത് നമ്മൾ മടങ്ങി, എല്ലാം കണ്ടു, ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുകയാണ്. പക്ഷേ നമ്മളെ അവിടെ സ്വീകരിച്ചത്, നമ്മളെ ഹോട്ടലിനോട് ചേർന്ന് അപ്പുറത്ത് സ്വീകരിച്ചത് തദ്ദേശീയരായ കലാകാരന്മാരാണ്. അവരുടെ തനിമ നിറഞ്ഞ നൃത്ത ചുവടോടു കൂടിയാണ് നമ്മുടെ ഹോട്ടൽ എലഫൻസ് ഹിൽസ് റിസോർട്ട്, അവിടെയാണ് രാത്രി ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഒരു വലിയ വേലിക്കെട്ടാണ്. ശക്തമായ കാലുകളിട്ട് ഉയരത്തിൽ കമ്പികൾ 2 ഇതിട്ടിട്ട് ഒരു വലിയ പ്രദേശം നമ്മളെ സംരക്ഷിച്ചിരിക്കുകയാണ്. നമുക്ക് സാറേ, ആ നൃത്തത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, കാട്ടിലെ ആദിവാസികളുടെ ഒരു നൃത്തം കാണിക്കുന്നുണ്ട്, ഒരു ഡാൻസ്. അപ്പോ ആ ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ്. അവിടെ സെക്യൂരിറ്റി ഉണ്ട്, ഹൈ സെക്യൂരിറ്റിയാണ്. ഏതാണ്ട് എല്ലാവരും അതിനകത്തേക്ക് കടന്ന് ചെല്ലുമ്പോൾ ഈ നൃത്തം, ആദിവാസികളുടെ ആ നൃത്തം അങ്ങ് അടിപൊളി, നമ്മുടെ ഭാഷയിലെ അടിച്ച് പൊളിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അവരുടെ മുന്നിലൂടെ നമുക്ക് ആഹാരം കഴിക്കാനുള്ള പോയിന്റിലെത്തും. അവിടെ തന്നെയാണ് സാധാരണ ആ പലക കൊണ്ടുള്ള ബെഞ്ചുകൾ. പക്ഷെ ആഹാര പദാർത്ഥം നിരത്തി വെച്ചിരിക്കുകയാണ് 3 നിരകളിലായി. ആ കാട്ടിനകത്തെ ആ നൃത്തവും അതുപോലെ തന്നെ ഈ ആഹാര പദാർത്ഥങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി. വെളിച്ചം വളരെ കുറവാണ്. യെസ് സർ, അതാണ് അതിന്റെ അടുത്ത പാർട്ട്. സാറ് സിംഗിൾ ആയിട്ടല്ല ഇട്ടിരിക്കുന്നത്, എങ്കിലും ഇത് കാണാനായിട്ട് കഴിയും. ഇപ്പൊ ഈ തൊപ്പിക്കാര് കാണുന്ന ഫുഡിന്റെ ഭാഗമാണ്. അവര് മതിമറന്ന് നമ്മളെ വിഷ് ചെയ്തുകൊണ്ടുള്ള ഒരു നൃത്തമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതാണ് അവര് കാണിച്ചിരുന്നത്. അവിടെ ആട്ടും പാട്ടും നടത്തിയിരുന്നത് ഞാൻ പറഞ്ഞു തദ്ദേശീയരായ ആളുകളാണ്. അവരില് നീഗ്രോ വനിതകളുണ്ട്, ശക്തമായ വനിതകൾ.
സൗന്ദര്യത്തിന്റെ ഏറ്റവും ശക്തമായൊരു ഭാവം നമ്മളെ അവർ നേരിട്ട് കാണിച്ചു തരുന്ന ഒരു രംഗവും അതിനകത്തുണ്ട്. എന്നെ കേൾക്കാമോ സാർ ഇപ്പോ? ഹലോ രാജു സാറെ, കേൾക്കാമോ? കേൾക്കാം സാർ, നന്നായി കേൾക്കാം കേൾക്കാം. ഓക്കെ. ആ ഡാൻസിന്റെ ചിത്രം ഫുള്ളായി വന്നില്ല. ഓക്കെ, ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ആ നീഗ്രോ യുവതികളും അവരുടെ തനതായ വേഷഭൂഷാദികൾ, അവിടെയാണ് പ്രത്യേകത. അവരുടെ തനതായ വേഷഭൂഷാദികളിലൂടെയാണ് അവർ പുറത്തു വന്നത്. അവരുടെ ചുവടുകളെല്ലാം തന്നെ ഡാൻസിന്റെ ആ നൃത്ത ചുവടുകൾ വളരെ ശക്തമാണ്. അവരുടെ കാലുകൾ ഉയരുന്നത് തലപ്പൊക്കത്തിൽ വരെ ഉയരുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം ആ ഉയർച്ചയാണ്, തലപ്പൊക്കത്തിലേക്ക് വന്ന ആ ഡാൻസിന്റെ ഉയർച്ച. അവിടെ ചെണ്ട പോലെയുള്ള വസ്തുക്കളും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും, വളരെ ശാന്തമായ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും ഒക്കെ തന്നെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പോലും, നമ്മൾ വാസ്തവത്തിൽ ഒരല്പം നനഞ്ഞു പിടിഞ്ഞാണ് നിൽക്കുന്നത്, നമ്മൾക്ക് അവരോടൊപ്പം ഒന്ന് ഡാൻസ് ചെയ്താൽ എന്തേ എന്ന് പോലും തോന്നും. പക്ഷെ ആ തോന്നൽ മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അവരുടെ നൃത്ത ചുവടുകൾ അത്ര സ്പീഡിലാണ്, നമ്മുടെ കാൽക്കുലേഷൻ ഒന്നും അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. വെളിച്ചക്കുറവ് കൊണ്ട് ആളുകളെ പൂർണ്ണമായി കാണാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചം വരും, ആ വെളിച്ചത്തിൽ നമ്മൾ കണ്ടുകൊള്ളുക, അത് തന്നെ. ഇനി അവരുടെ കലാപ്രകടനങ്ങൾ മുന്നോട്ട് കയറുകയാണ്. ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ അവര് പതുക്കെ പതുക്കെ നിർത്തി നമ്മളോട് ആഹാരം കഴിക്കാനുള്ള നിർദ്ദേശമാണ് തന്നത്. ഒരു പ്രത്യേകത ഞാൻ അവിടെ കണ്ടത്, മിക്കവാറും വനിതകളാണ് നമ്മളെ സഹായിക്കാൻ വരുന്നത്. സുന്ദരികളായ നീഗ്രോ വനിതകൾ. എന്ത് റെസ്പെക്റ്റ് ആണ് അവര് അതിഥികളോട് കാണിക്കുന്നത്! ശക്തമായ റെസ്പെക്റ്റ് നൽകിക്കൊണ്ടാണ് അവർ നമുക്ക് ആവശ്യമുള്ള സാധനം ഓരോന്നും എന്ത് എന്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സൗത്ത് ആഫ്രിക്കയിലെ ആഹാരത്തിന്റെ സ്റ്റൈലിലേക്ക് ഒന്ന് നീങ്ങിയാലും, വനത്തിലാണ് ഇത്. അവരുടെ ഡാൻസ് നിർത്തി അവര് അരങ്ങ് മാറുന്ന ആ സമയത്ത് ആനകളുടെ ശക്തമായ ശബ്ദമുണ്ടായിരുന്നു. ആനകൾ വളരെ ശക്തമായി ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ്, അവിടെ എവിടെയോ അടുത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. കാവൽക്കാരുണ്ട്, അവരെല്ലാം ചുറ്റും, നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓടി, സാധാരണ ആനകളെയോ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളെയോ ഒന്നും ആരും ഉപദ്രവിക്കാറില്ല. അതുകൊണ്ട് അവ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കും എന്നുള്ള ഭയം നമുക്കില്ല. നമ്മുടെ ഗൈഡ് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ ആരും ശബ്ദം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഈ കാട്ടുമൃഗങ്ങളോട് ശബ്ദം, നമ്മൾ അങ്ങോട്ട് നോക്കി ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവ തെറ്റിദ്ധരിച്ച് അവരെ കളിയാക്കുന്ന അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണെങ്കിൽ ചിലപ്പോൾ ആക്രമണത്തിനൊക്കെ തയ്യാറായി എന്ന് വരും. ഇനി നമുക്ക് ഭക്ഷണത്തിന്റെ മേശപ്പുറത്തേക്ക് പോയാലും, നാവിൽ വെള്ളമൂറുന്ന വസ്തുക്കളാണ് അവിടെ നിരത്തി നിരത്തി വെച്ചിരുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു ഇരുട്ടിന്റെ സാന്നിധ്യമാണ് കൂടുതൽ ഉള്ളത്. അപ്പൊ നമ്മൾ ഓരോ ഫുഡിന്റെ പാത്രത്തിന്റെ മുന്നിലും സംശയിച്ചു നിൽക്കുമ്പോൾ നമുക്കിത് ഏതാണ് എടുക്കേണ്ടത്? ഇറച്ചി ആഹാരങ്ങളാണ് 90% അവിടെ ഉണ്ടായിരുന്നത്. പലതരത്തിലുള്ള മൃഗങ്ങളുടെ, കാട്ടുമൃഗങ്ങളുടെ ഇറച്ചി. അതില് വിവിധ ഓസ്ട്രിച്ച്, പന്നി, മുതല, മാൻ, മാത്രമല്ല മുട്ട വിഭവങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തമായ ശൈലിയിൽ വറുത്തും പൊരിച്ചും തെരളിനുമായി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ മിഡിൽ ഏജ് കഴിഞ്ഞവരാണ്. അപ്പോ വെപ്രാളമൊന്നുമില്ല. ഓരോ പീസ് ഓരോന്നിന്ന് എടുത്ത് രുചിച്ച ശേഷം ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. ചപ്പാത്തി നമുക്ക് കഴിക്കാനുള്ളത്, റൊട്ടിയുടെ വിവിധ രുചികൾ. അപ്പൊ ഞാനും ഇങ്ങനെ പുറകെ ഓരോ പ്ലേറ്റിന്റെ മുന്നിൽ ചെന്ന് ഏറ്റവും അവസാനത്തെ പ്ലേറ്റ് നോക്കുമ്പോൾ കുറച്ച് കൈവിരൽ വണ്ണമുള്ള എന്തോ അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കൈവിരൽ വണ്ണമുള്ള ഒരു വിരലിന്റെ നേർ പകുതി നീളം. അപ്പോഴാണ് ആ സ്ത്രീ, അവിടുത്തെ പാചകക്കാരി, വന്ന് പറഞ്ഞു,
ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ പുഴുവാണ്. ലോക്കൽ പുഴുവാണ് ഈ വറുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാര പദാർത്ഥവും അത് തന്നെയാണ്. എന്തായാലും ഞാനും ഒരെണ്ണം കൈവച്ചു. വായിലിട്ട് കടിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ നത്തോലി കഴിക്കുന്ന ലാഘവത്തോടെ കഴിക്കാൻ പറ്റും. പിന്നെ ഇനിയും യാത്ര ചെയ്യേണ്ടതല്ലേ, അതുകൊണ്ട് ഒരെണ്ണത്തിൽ നിർത്തി. മറ്റാഹാരങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ കഴിച്ചു. ചില ആളുകൾ ഈ സാധനം കണ്ടേയില്ല, അവിടെ എത്തിയില്ല. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവരത് മടക്കിക്കളഞ്ഞു. എണ്ണയിൽ വറുത്ത സമൃദ്ധമായ ആഹാരങ്ങളാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ലോഡ്ജിന്റെ പേര് തന്നെ എലഫന്റ് ഹിൽസ് റിസോർട്ട്. നോക്കൂ, അവിടെ എത്താൻ വനത്തിലൂടെ 3 കിലോമീറ്റർ ഞങ്ങൾ പോയ ബസ്സിൽ പോകേണ്ടി. ആനയുടെ ചിഹ്നം വഴി വീണ്ടും നമ്മുടെ മുൻപിൽ വന്നു. പലരും ഭയപ്പെട്ടുള്ള മുഖമാണ് കണ്ടത്. അത് 3 കിലോമീറ്റർ സഞ്ചരിക്കണ്ടേ. ആ സഞ്ചാരത്തിനിടയിൽ ഒരു കൂട്ടം ആനകള് റോഡ് പാസ് ചെയ്യുന്നത് കണ്ടു. സാർ, ഇപ്പൊ വരുന്ന ചിത്രം അതാണ്. നമുക്ക് കാണിക്കണോ? അത് കാണിക്കുന്നു സാർ. നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്ന ഒരു സീനുണ്ട് അവിടെ. ഈ അരണ്ട വെളിച്ചത്തിൽ ഇരുന്നാണ് നമ്മുടെ ഭക്ഷണം കഴിച്ചലും മറ്റും. ഇതിനു മുൻപിലാണ് ഈ നൃത്തം അവർ ചെയ്തത്. സൗണ്ട് ഉണ്ട് സാർ അവര്. ഞാൻ പറഞ്ഞല്ലോ, ആ സ്റ്റെപ്പുകളുടെ പ്രത്യേകത, അതിശക്തമായ സ്റ്റെപ്പുകളാണ്. സൗണ്ട് കേൾക്കുന്നില്ല, ഇല്ലെങ്കിലും എൻ്റെ എക്സ്പ്ലനേഷനിലൂടെ നിങ്ങൾക്കത് മനസ്സിലായി കാണും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ അരണ്ട വെളിച്ചത്തില് നമ്മുടെ ഇരിക്കുന്ന ആളുകളുടെ തലകൾ കാണുന്നുണ്ട്. എല്ലാവരും ചിത്രമെടുക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഓക്കെ സാർ, നമുക്ക് അവിടെ നമ്മൾ മുന്നോട്ട് പോയി. ഒരു ആനക്കൂട്ടം റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനൊരു ചിത്രം സാറിന് തന്നിട്ടുണ്ട്, ഒന്ന് നോക്കൂ. കാട്ടുമൃഗങ്ങളിൽ നിങ്ങൾക്കായി ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുന്ന ആനക്കൂട്ടം. രാത്രി കണ്ട ആനക്കൂട്ടം ഇതല്ല, ഇത് നമ്മൾ സഫാരിയിൽ കണ്ടതാണ്. എങ്കിലും ഓക്കെ, ഇത്തരം സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇതങ്ങ് പോയി കഴിഞ്ഞപ്പോ ഒരാള് പറഞ്ഞു, അതിലെ ആ മിടുക്കനെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനൊന്ന് കൊണ്ടുപോയാൽ എങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കൂ, ലോകത്ത് 2 സ്ഥലങ്ങളിലാണ്, ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് ആനകളുള്ളത്. അതിൽ ബഹുസുന്ദരൻ മിടുമിടുക്കൻ നമ്മുടെ ഏഷ്യൻ ആനകളാണ്. ഏഷ്യൻ ആനകളും ആഫ്രിക്കൻ ആനകളും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഇവന് ആഫ്രിക്കൻ ആനയ്ക്ക് വയറ് വളരെ വലുതാണ്. അവന്റെ ശരീരത്തിന്റെ പ്രപ്പോർഷനിലല്ല ആ വയറ് വളർന്ന്. രണ്ടാമത്തെ കാര്യം, അവന്റെ ചെവി വളരെ വിശാലമായ ചെവി, റൗണ്ട് ചെവിയാണ് അവന്റെ ചെവി. ആ ചെവിക്കകത്ത് ചിത്രപ്പണി ചെയ്ത പോലെയൊക്കെ നമുക്ക് തോന്നുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോ പൂരത്തിന് കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു, വേണ്ട, നമ്മുടെ ആന തന്നെ മിടുക്കൻ ആന, ഇവൻ കുറ്റനാണ്, ഇവന്റെ കൊമ്പുകള് ചുള്ളിക്കൊമ്പ. പക്ഷെ നമ്മുടെ ആനയ്ക്ക് വണ്ണമുള്ള ഭംഗിയുള്ള കൊമ്പുകളാണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് അവിടെ കാണുന്ന ആ ചിത്രം ഒരു വൻ കാടിന്റെ ബാക്കി പത്രമാണ്. അപ്പൊ ഇവർ ഈ വിക്ടോറിയൻ ഭാഗങ്ങളിൽ തമ്പടിക്കാനുള്ള കാരണം ആ പ്രദേശങ്ങളിൽ വെള്ളമുണ്ട് എന്നുള്ളതാണ്.
ഈ വെള്ളം കുടിക്കാനാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചു തടാകങ്ങൾ അവിടെയൊക്കെ ഉണ്ട് പാസ് ചെയ്യുന്നത്. മറ്റു മൃഗങ്ങളും പാസ് ചെയ്യുന്നത്. അപ്പോ ഈ വള്ളിക്കൊമ്പന്റെ വലിയ വട്ടച്ചെവി, കുടവയർ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതും അതിനെക്കുറിച്ച് ആലോചിക്കുന്നതും. അവൻ്റെ ഒരു പോക്കുണ്ട്, ആടിയാടി ആടിയാടി. അതിനിടയിൽ കുഞ്ഞുങ്ങളുണ്ട്. ആ യാത്രക്കിടയിൽ കുഞ്ഞുങ്ങളുണ്ട്. അതിൻ്റെ പുറകിലൊരു കുട്ടിയുണ്ട്. ഈ കൂട്ടത്തോടൊപ്പമാണ് ഈ കുട്ടിയാനയെ നടുക്ക് നിർത്തി അവർ കൊണ്ടുപോകുന്നത്. പലപ്പോഴും ഈ കുട്ടിയാനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തള്ളയുടെ വക വാലുകൊണ്ടോ തുമ്പിക്കൈ കൊണ്ടോ അടി കിട്ടാറുണ്ട്, ഇപ്പം പുറകോട്ട് ലാഗ് ചെയ്ത് നിൽക്കുന്ന സമയത്ത്. അപ്പോ അവരൊന്ന് തീർന്നു കഴിഞ്ഞപ്പോഴാണ് അതായത് ആ കുട്ടിയാനെ ഓടിച്ചു വിടുകയാണ്. നമ്മൾ ഇത് കണ്ട് ഒന്ന് ശ്വാസം മുട്ടി നിന്നു. ഇവൻ പാസ് ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായപ്പോഴാണ് ആ ശ്വാസം മുട്ട് തീർന്നത്. ഇനി നമ്മൾ കണ്ട ആ ആഹാരത്തെ അവർ വിളിക്കുന്നൊരു പേരുണ്ട്, ചിപ്ല ബുഷ് ഡിന്നർ. ചിപ്ല ബുഷ് ഡിന്നർ. അപ്പോൾ നമ്മളെല്ലാവരും സന്തോഷത്തിലല്ലേ ആ ചിപ്ല ബുഷ് ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ? ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജ് സാറേ, ആ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷമായില്ലേ? വളരെ സന്തോഷമായി സാർ, വളരെ സന്തോഷം. ഈ കാലുകൾ വിഷം പറയൂ പറയൂ. ആനകളുടെ നീണ്ട നിര കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷമായി. ഉലയന സാറിന്റെ ഇതൊന്ന് ഓൺ ചെയ്തോളൂ, മൈക്ക് വീഡിയോ ഒന്ന് ഓൺ ചെയ്തു. ഓക്കെ, ഞാൻ പേടിച്ചിട്ടാ സാർ ഓൺ ചെയ്യാത്ത. ഞാൻ ഓഫാക്കിയത്, അല്ലെങ്കിൽ ഇടയ്ക്ക് പ്രോബ്ലം. ഇനി ഡിസ്കഷൻ ഇനിയില്ലല്ലോ, ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയില്ലേ? ഇപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. നമ്മുടെ ജീവിതത്തില് നമ്മൾ ഈ മെരുക്കിയെടുത്ത് തല്ലുകൊടുത്ത് ചെവിയിൽ വട്ടം വലിച്ച് ഒക്കെ കാണുന്ന ആനകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത്ര മനോഹരമായ ഒരു യാത്ര ഈ ആഫ്രിക്കൻ മണ്ണിൽ വെച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് സന്തോഷകരമായ അവസ്ഥയാണ്. അത് വളരെയേറെ സന്തോഷം ജനിപ്പിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം ഇത് ആന കൂട്ടം അങ്ങോട്ട് കടന്നപ്പോൾ പരസ്പരം ഒന്ന് നോക്കി. എല്ലാവർക്കും അർത്ഥം മനസ്സിലായി. 30ഓളം ആനകളെ എണ്ണിയ ആള് നേരെ മുന്നിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അധികമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 30 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് 30 ഉള്ളേ, അതിന്റെ പുറത്തും 30 എണ്ണം. ഓക്കെ, അവിടെ നമ്മൾ ഈ വാട്ടർഫാൾസിനോട് ചേർന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ 4-ാം ദിവസത്തേക്ക് കടക്കുകയാണ്. നമ്മുടെ കാഴ്ചകൾ 10 ദിവസം. ഇതിൽ 4-ാം ദിവസത്തെ കാഴ്ചയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്, അവസാനിപ്പിക്കുന്നത് 4-ാം ദിവസത്തിന് ശേഷം. അപ്പോ അവിടെ കഴിഞ്ഞ് പുറത്തേക്ക് 4-ാം ദിവസത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ആ ഹോട്ടലിൽ നിന്ന് നമ്മൾ മാറുകയാണ്. നമ്മൾ പോകുന്നത് ഈ വിക്ടോറിയ ഫോൾസ് എയർപോർട്ട്, ആ സ്ഥലത്തേക്കാണ്. അവിടെ ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റിലാണ് നമ്മൾ യാത്ര. ഹോട്ടലിൽ നിന്ന് നമ്മൾ പ്രഭാത ഭക്ഷണം നമ്മൾ കഴിച്ചു. ഹോട്ടലുകാരോട് നന്ദി പറഞ്ഞു. പ്രത്യേകിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, നമ്മൾ നീഗ്രോസിനെയോ ആഫ്രിക്കക്കാരെയോ ഒക്കെ കണ്ടിരുന്നത് ഒരു പ്രത്യേക ജീവി. പക്ഷെ സംസ്കാര സമ്പന്നരായി അവരിന്ന് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. വിദേശ രാജ്യത്തിലുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ട് അവരിന്ന് കൂടുതൽ സംസ്കാര സമ്പന്നരായി വളർന്നിരിക്കുന്നു. ഈ ഹോട്ടലിൽ നിന്ന് നമ്മുടെ പെട്ടികളെല്ലാം പുറത്തു കൊണ്ടുവന്ന് അതിൻ്റെ ഉടമസ്ഥരെ അന്വേഷിച്ച് അവരവരുടെ പെട്ടി ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ ബസ്സിനകത്തേക്ക് അവർ കയറ്റുകയുള്ളൂ. എന്നിട്ട് ഓരോരുത്തരോടും ചോദിക്കും, എണ്ണി നോക്കൂ. എന്ത് കടപ്പാടാണ്! നമ്മൾ അവരെ ആദ്യമായിട്ട് കാണുക. ദാറ്റ് ഈസ് ഡ്യൂട്ടി. അതവരുടെ ഡ്യൂട്ടിയാണ്. അവര് പലപ്പോഴും നമുക്ക് നമസ്കാരം തരുമ്പോൾ അവരുടെ നട്ടല് വളച്ച് കുനിഞ്ഞാണ് സംസ്കാരം തരുന്നത്. നമ്മൾ ഒരാൾക്ക് നമസ്കാരം കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? വേണമെങ്കിൽ പിടിച്ചോ നമസ്തേ, കഴിഞ്ഞു. വേണമെങ്കിൽ പിടിച്ചോ. അത് നമ്മുടെ സംസ്കാരമായിട്ട് നമുക്ക് കണക്കാക്കാം. എന്തായാലും നാം മാറേണ്ട സമയം ഒത്തിരി കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അടുത്ത യാത്രയ്ക്കുള്ള വിമാനം റെഡിയാണ്. വീണ്ടും 1.25 മണിക്കൂർ അവിടെ എൻട്രിക്ക് വേണ്ടി കാത്തു നിന്നിട്ടാണ് അവിടെ നിന്നും കയറുന്നത്. അവിടുന്ന് രാവിലെ 10 മണിക്ക് 10:30 ആയി 10:30ക്കാണ്
കേപ്പ് ഡൗൺ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ലക്ഷ്യം. ആദ്യത്തേത് ഏതാണ്ട് 4 മണിക്കൂർ നീണ്ട ഒരു യാത്ര അവിടെ ഉണ്ടായിരുന്നു. കേപ്പ് ടൗൺ ലോകത്തിലെ പ്രശസ്തമായ എയർപോർട്ടുകളിൽ ഒന്നാണ് കേപ്പ് ടൗൺ എയർപോർട്ട്. അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്കിവിടെ നഗരക്കാഴ്ചകൾ, സൗത്ത് ആഫ്രിക്കയുടെ നഗരക്കാഴ്ചകൾ, വ്യാവസായിക കേന്ദ്രങ്ങൾ, കച്ചവട കേന്ദ്രങ്ങൾ, ഈ അതോടൊപ്പം തന്നെ നാം ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ മഹാസമുദ്രവും പർവ്വത ശ്രേണിയും നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ മഹാപർവ്വതങ്ങളും അതുപോലെ തന്നെ ടൗൺ, അതിൻ്റെ നടുക്കൂടെയുള്ള നമ്മുടെ യാത്ര. പല വൻ കമ്പനികളുടെയും ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയാണ്. കേപ്പ് ടൗൺ എന്ന ആ സിറ്റി, സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗണിലാണ് കമ്പനികളുടെ ഹെഡ് ക്വാർട്ടറുകളായി പ്രവർത്തിക്കുന്നത്. നോക്കൂ, കേപ്പ് ടൗണിലേക്ക് പോകുന്ന ആ ബസ്സിൽ നമുക്ക് സ്ഥിരമായ ഒരു ബസ് വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഇതിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ പുതിയൊരു ബസ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബസ്സിൽ കയറി നമ്മൾ സഞ്ചരിക്കുന്നത് കടലിന്റെ തീരത്തൂടെയാണ്. ഒരു വശത്ത് കടലും മറുവശത്ത് നഗരവും. വേറൊരു വശത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് വൻ കാടുകളാണ്. ഇനി അത് നമ്മൾ ആസ്വദിക്കുകയാണ്. അതിന്റെ ഉയരം, പർവ്വതത്തിന്റെ ഉയരം നമ്മളെ ശ്വാസം മുട്ടിക്കുന്നതാണ്. അവിടെ രാത്രിയില് ഉറങ്ങാതെ പർവ്വതങ്ങൾക്ക് നേരിൽ കാണാനും രാത്രിയിൽ ഉറങ്ങാതെ കേപ്പ് ടൗൺ ആസ്വദിക്കാനുമാണ് ഞങ്ങളുടെ യാത്ര. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നീണ്ട കടൽക്കരയാണ്. അത് വലിയ കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കാതെ ശാന്തമായ സമുദ്രത്തിന്റെ കരയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ നമ്മൾ അവിടെ എത്തി, കേപ്പ് ടൗണിലെത്തി, എയർപോർട്ടിലെത്തി. അവിടെ നമ്മൾ പരിചയപ്പെടുത്താത്ത ഒരു സംഭവമാണ് നമ്മളെ ഈ കാഴ്ചകളൊക്കെ കാണിക്കാൻ കൊണ്ടുപോയത് ബെനീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചി. അവരുടെ പരസ്യമല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ നെഞ്ചോട് ചേർത്ത്, യാത്രക്കാരായ നമ്മളെ നെഞ്ചോട് ചേർത്ത് ഇത്രയും നേരം നമ്മളോടൊപ്പം കൊണ്ടുവന്നത് ബെനീസ് ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചിനാണ്. ബെനീസാണ് അതിന്റെ പുറകിൽ ചരട് പിടിക്കുന്നത്. ഈ യാത്രക്കിടയിൽ പോലും നമ്മുടെ ഗൈഡിനോടും മറ്റുള്ളവരോടും സുഖമായ യാത്രയാണ് എന്ന് അന്വേഷിക്കാനും അദ്ദേഹത്തിന് മനസ്സ് വന്നു എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ളവർക്ക്, എന്നെപ്പോലുള്ളവർക്ക് അത്ഭുതകരമാണ്. ഒരാളെ കൂടെ മറന്നുപോയി. എന്റെ സഹധർമ്മം നമ്മുടെ കൂടെ ഉണ്ട്. ഇത്രയും നേരം നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ലേ, ചോദിക്കുമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ കൂടെ ഉണ്ട്. ഇതിന്റെ തുടക്കത്തിൽ ഒറ്റയ്ക്ക് ഒരു വനിത നിൽക്കുന്ന ഒരു ചിത്രം അവിടെ കണ്ടു. അത് തന്നെയാണ് എന്റെ സഹോദരൻ. ഓക്കെ, ഞങ്ങളങ്ങനെ കേപ്പ് ടൗണിലെത്തി. ചെക്കിങ് കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ബെനീസ് ടു അവരുടെ ബസ് അവിടെ നിൽക്കുന്നുണ്ട്. ഒരു ചെറു കാഴ്ച ഒരുക്കി ഈ വന്ന് അവിടുത്തെ ടൂറിസ്റ്റ് ഹോട്ടൽ ലക്ഷ്യമാക്കിയാണ് നമ്മൾ നീങ്ങുന്നത്. സാർ, ഇവിടെ ആ നഗരക്കാഴ്ചയുടെ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് ഇട്ടാൽ നന്നായിരിക്കും. നഗരക്കാഴ്ചയുടെ ഒരു വീഡിയോ ഉണ്ട്. എന്നെ കേൾക്കാമോ സർ? ഹലോ രാജു സാറെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. കേൾക്കാം. ഒരു മിനിറ്റ്. ആ ഒരു വീഡിയോ, ഓക്കെ. നഗരക്കാഴ്ചകൾ ഓക്കെ. അതൊന്ന് പ്ലേ ചെയ്യും.
അവിടുന്ന് ബസ്സിലിരുന്ന് എടുത്ത വീഡിയോ ആണ്. ഓക്കെ സാർ. ഏതാണ്ട് 60 നിലകളുള്ള കെട്ടിടങ്ങൾ വരെ നമ്മൾ കണ്ടു. അതിൽ ഫുൾ സ്ട്രെങ്തിൽ കിട്ടുന്നില്ല. ഓക്കെ സാർ, ഞാൻ ഈ ക്ലാസ് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു 1-2 വാക്കൂടെ പറഞ്ഞോട്ടെ. അപ്പൊ ഈ ശ്വാസം മുട്ടിക്കുന്ന ഈ വൻനഗരങ്ങള് നമ്മുടെ മുന്നിൽ തരുന്നൊരു ചിത്രമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഇരുണ്ട ഭൂഖണ്ഡമെന്ന നമ്മുടെ മനസ്സിൽ വെളിച്ചം പകർന്ന, വെളിച്ചമുള്ള, വെള്ളി വെളിച്ചത്തിൽ താമസിക്കുന്ന നഗരങ്ങൾ അടങ്ങിയതാണ് ഈ ഭൂഖണ്ഡം എന്നുകൂടെ മനസ്സിലാക്കുക. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് 3 രാഷ്ട്രങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ യാത്രയിൽ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. 54 രാഷ്ട്രങ്ങൾ അടങ്ങിയതാണ് ഈ ഭൂഖണ്ഡം. വൈവിധ്യമാർന്ന ഭൂപ്രദേശമാണ് ഇവിടെയുള്ളത്. ഒരു വശത്ത് വൻ കെട്ടിടങ്ങൾ, മറുവശത്ത് കൃഷിഭൂമികളുടെ വിഹാരരംഗം, അടുത്ത് മുൾപടർപ്പുകളുള്ള മറ്റൊരു പ്രദേശം. അവിടെയാണ് ഈ മൃഗങ്ങളൊക്കെ വന്ന് അവരുടെ ആടുന്നത്. ഓക്കെ സർ, അപ്പോൾ നമ്മൾ കേപ്പ് ടൗൺ സൗത്ത് ആഫ്രിക്കയുടെ വ്യവസായ മേഖല ആണ്. പണക്കാർ, ധാരാളം സമ്പന്നരുടെ പ്രദേശവും ഇവിടെ തന്നെയാണ് എന്നുകൂടെ പറയട്ടെ. നമ്മൾ 4 മണിക്കൂർ യാത്രക്കാരിൽ ഒന്ന് ചാടിപ്പോയി. അപ്പോൾ നമ്മൾ ഈ യാത്രകൾ കണ്ട് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം അന്ന് അന്തി ഉറങ്ങാനുള്ള കേപ്പ് ടൗൺ പ്രസിദ്ധമായ സതേൺ സൺ കേപ്പ് സൺ ഹോട്ടൽ. അവിടെ ഒരു വലിയ ശൃംഖല തന്നെ അവിടെയുണ്ട്. ഇവിടെ നിന്ന് പോയി അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ ഇവരുടെ ഹോട്ടൽ തന്നെയാണ് അവിടെ ഉള്ളത്. അവിടെ എത്തിയ ശേഷമാണ് നമ്മളൊരു ചെറു വിശ്രമത്തിനും ശേഷം നഗരം കാണാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ആ നഗര കാഴ്ചകൾ കാണുകയാണ്. എടുത്തു പറയാവുന്നത്, അവിടെ നഗരത്തിന്റെ എല്ലാ മേളങ്ങളും താളങ്ങളും അവിടെയുണ്ട്. പക്ഷെ വൃത്തിയുള്ള നഗരം, പുഞ്ചിരിക്കുന്ന മുഖങ്ങളുള്ള മനുഷ്യർ, അഴുക്കോ ചപ്പോ ചവറോ ഇല്ലാത്ത നഗരം. ആ ജനതയ്ക്ക് മുമ്പിൽ ഞാൻ കൈകൂപ്പിക്കൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. സർ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ആ വിവിധ കാഴ്ചകളാണ് ബസ്സിലുള്ള നമ്മുടെ യാത്രയോടൊപ്പം കടന്നു വരുന്നത്. ഓക്കെ സർ, ഇനി 2 ക്ലാസ്സുകൾ കൂടെ ഉണ്ട്. അവസാനം നമ്മൾ ഗാന്ധിജി 2 വർഷം താമസിച്ചിരുന്ന ഒരു വീട്, ജോനാസ്ബർഗിലെ വീട് കണ്ട ശേഷമാണ് മടങ്ങുക. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അവിടെ. 2 വർഷം മാത്രം താമസിച്ചു.
ഓക്കെ. മതിയോ സാറേ? ഓക്കെ സർ. നമുക്ക് നിർത്താം. ഇനി വീഡിയോ മിച്ചുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇന്ന് ക്ഷമയോട് കൂടി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സാബു സാർ. ഓക്കെ സർ. ഇനി ഡിസ്കഷൻ പോട്ടെ, സാർ വിളിച്ചോളൂ. രാജ് സാറേ സ്റ്റാർട്ട് ചെയ്യും. പറഞ്ഞോ. ഈ ടൂർ ടു ആഫ്രിക്ക 10 ദിവസം നീണ്ടുന്നതായ ഈ ടൂർ നടത്തിയതായ ലെനാൻ സാറിനെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. മാത്രമല്ല ഇവിടെ ഒരു യാത്രാ വിവരണം നൽകാനായിട്ട് സാറിന് സാധിച്ചതിൽ പ്രത്യേകമായിട്ട് സന്തോഷമുണ്ട്. അതിന് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. കാരണം ഇത് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് ഡേവിഡ് ലിവിങ്സ്റ്റനെ പരിചയപ്പെടുത്തിയതാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഐതിഹാസികമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. അദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോയത് മതം പ്രചരിപ്പിക്കാനാണെന്നാണ്. ക്രൈസ്തവ മതം സുശേഷത്തിനാണ് വേണ്ടിയാണ് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് പലവിധമായ രോഗങ്ങൾ പിടിപെട്ടു. കാരണം ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ രോഗങ്ങളുടെ എല്ലാം, അതായത് തകർച്ചവാദികളുടെ എല്ലാം ഇതല്ലേ. അദ്ദേഹം തിരിച്ച് പിന്നെയും സ്കോട്ട്ലൻഡിലേക്ക് പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അവിടെ പുള്ളി മെഡിസിൻ പഠിച്ചു, അത് MBBS പഠിച്ചു. അതിനുശേഷം പുള്ളി ഡോക്ടറായിട്ടാണ് പുള്ളി തിരിച്ചു പോയിട്ട് അവിടെയുള്ളതായ രോഗികളെ, അവിടെയുള്ള പകർച്ചവ്യാധികളെയും പകർച്ചവ്യാധി അവിടെ ചികിത്സിക്കാനായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചതായിട്ടുള്ള ഈ വാട്ടർഫോൾസിന് അദ്ദേഹം പേര് കൊടുത്തത് വിക്ടോറിയ വാട്ടർഫോൾസ് എന്നായിരുന്നു. കാരണം 19th സെഞ്ച്വറിയുടെ ഏറ്റവും അവസാനം ആണ് അത് സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് ക്വീൻ വിക്ടോറിയയാണ് ബ്രിട്ടൻ ഭരിച്ചിരുന്നത്. അവരുടെ പേര് കൊടുത്തു. അതോടൊപ്പം ഡേവിഡ് ലിവിങ്സ്റ്റൺ വിക്ടോറിയ ഫോൾസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന ചരിത്ര പുരുഷനെ പരിചയപ്പെടുത്തിയതിൽ പ്രത്യേകമായ നന്ദിയുണ്ട്. അദ്ദേഹം ആഫ്രിക്കയെ ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയെ വെളുത്ത ഭൂഖണ്ഡമാക്കി മാറ്റിയത് അദ്ദേഹമാണെന്ന്, അതിൽ ഏറ്റവും വലിയ പ്രധാന പങ്ക് വഹിച്ചത് അദ്ദേഹമാണെന്ന് നമുക്ക് ചരിത്രം പഠിച്ചാൽ അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ഇന്നത്തെ ഏറ്റവും മെയിൻ പോയിൻ്റ് ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് പറഞ്ഞതായിട്ടാണ് എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടത്. ഞാൻ കുറച്ച് വൈകിയാണ് കയറിയെങ്കിലും ഈ വലിയൊരു സത്യം മനസ്സിലാക്കുവാനായിട്ട് ഇടയാക്കി തീർത്ത ലെനാൻ സാറിന് പ്രത്യേകമായി നന്ദി പറയുന്നു. അദ്ദേഹം ഇത്രയും ദിവസങ്ങളിൽ ആഫ്രിക്കയിൽ കൂടി ചെയ്ത യാത്ര വളരെ ഭംഗിയായിട്ട്, വളരെയധികം മനോഹരമായിട്ട് ചിത്രങ്ങൾ സഹിതം വീഡിയോ സഹിതം ഇവിടെ അവതരിപ്പിച്ചതിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും അതുപോലെ തന്നെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ബാക്ക് ടു സാബു സാർ. നമ്മുടെ ശുദ്ധോധന സാർ ഉണ്ട്, എന്തെങ്കിലും പറയുമെന്നൊന്ന് ചോദിച്ചാ സാറേ. തീർച്ചയായിട്ടും പറയാം സാർ. നമ്മുടെ ഓക്കെ. നമ്മുടെ ഗ്രൂപ്പിലെ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ഇപ്പോ സാറ്. കാരണം യാത്ര പോയപ്പോൾ നമ്മുടെ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുകയും പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്തത് വലിയ സന്തോഷമുള്ള കാര്യം. കാരണം സാർ എവിടെ പോയാലും മറ്റുള്ളവർക്ക്, ഞാനൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ അവിടെ ഒന്നും ആരോടും പറഞ്ഞു കൊടുക്കാനുള്ള രീതി ഗവേഷണം നടത്തുകയൊന്നും ചെയ്തില്ല. അവിടെ ചെന്ന് കണ്ടു, സന്തോഷിച്ചു, അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു, അവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ കണ്ടു, അവരുടെ ഡാൻസ് കണ്ടു, അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ.
അപ്പോൾ സാറത് നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് അറ്റ് കാർഡൊക്കെ യാത്രാവിവരണം എഴുതിയതുപോലെ സാർ അതൊരു ട്രാവലോഗാക്കി മാറ്റിയത് വലിയ സന്തോഷമുണ്ട്. ഞാനും കുഞ്ഞു ക്ലാസ്സിലൊക്കെ ഈ ഡേവിഡ് ലിവിങ്സ്റ്റണിനെ പറ്റിയിട്ട് ഒക്കെ പഠിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു സിംഹം ആക്രമിച്ചതും അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ വെടിവെച്ചതും അതൊക്കെ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ മലയാളികൾക്കും അല്ലെ മലയാളികൾ പ്രത്യേകിച്ചും ഭയങ്കര ഭീരുക്കളാണ്. അവർക്ക് ഈ രാത്രിയിൽ മൂത്രമൊഴിക്കാൻ മുറ്റത്തിറങ്ങാൻ പോലും പേടി ആയിരുന്നു ഇത്. പക്ഷെ ആ സമയത്ത് ഈ ഒരു സ്കോട്ട്ലൻഡ് ജനിച്ച ആൾ ഈ ആഫ്രിക്കയിൽ പോയിട്ട് ഈ ഭയങ്കരമായ വനാന്തരങ്ങളിലൂടെ പകർച്ചവ്യാധികളും അത് മലയാളികൾ വലിയ സാഹസം നടത്തിയത് ഈ കുടിയേറ്റമാണ്. കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഈ വെസ്റ്റേൺ ഘാട്ടിലേക്ക് കയറി കുറച്ച് മരമൊക്കെ വെട്ടി അവിടുത്തെ ഇത്തിരി അതിനൊക്കെ തീയിട്ട് പാമ്പിനെയൊക്കെ തല്ലിക്കൊന്നു. ഇതൊക്കെ ഭയങ്കര ഭീകരമായിട്ട് പറഞ്ഞപ്പോഴാണ് ഈ ലിവിങ്സ്റ്റൺ റോഡും വഴിയും ഒന്നും ഇല്ലാത്തടത്തൂടെ സഞ്ചരിച്ച് അവിടെയൊക്കെ ഇങ്ങനെ എത്തിയതുമൊക്കെ. പക്ഷേ അദ്ദേഹത്തിനെ പറ്റി സാർ ഇത്രയും കൂടെ പറഞ്ഞിരുന്നേ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം മലേറിയ ബാധിച്ച് അവിടെ വെച്ച് മരിച്ചു പോകുക മറ്റു കാര്യം ചെയ്യുന്നു. പിന്നെ അദ്ദേഹത്തിനെ കാണാതെ പോയിട്ട് ഒരു ഏതോ ഒരു പത്രം, ആ പത്രം അവരുടെ ഒരു ലേഖകനെ നിയോഗിക്കുകയാണ് ഇദ്ദേഹം എവിടെയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. 2 വർഷം ഈ പത്രലേഖകൻ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തിനെ കണ്ടെത്തിയപ്പോൾ മലേറിയ ബാധിച്ച് അദ്ദേഹം കിടക്കുന്ന അതായിട്ടും പിന്നെ അവിടെ വെച്ച് അദ്ദേഹം മരിച്ചതായിട്ടൊക്കെയാണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു സാഹസികനായിരുന്നു ലിവിങ്സ്റ്റൺ എന്നുള്ളതിന് സംശയമില്ല. പിന്നെ എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചൊരു കാര്യം, അവരൊക്കെ പോയപ്പോൾ അവരുടെ രാജ്യത്തിനോടുള്ള സ്നേഹമാണ് കണ്ടത്. അവർ വിക്ടോറിയ ഫോൾസ് എന്നതിന് പേരിട്ടു. പാലക്കാട് വന്നപ്പോൾ അവിടെ വിക്ടോറിയ കോളേജ് എന്നതിന് പേരിട്ടു. അത് അതൊരു നമ്മളാരെങ്കിലും നമ്മുടെ ഭരണാധികാരികളെ ഇതുപോലെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ വല്ലതും ചെയ്യുമോ? ഒന്നുമില്ല. അത് ഒരു കാരണം രാഷ്ട്രത്തിനോടുള്ള ഒരു വലിയ അഭിമാനം, അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ പുത്രന്മാരാണ് ഭരണാധികാരിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു പാഠമാണത്. പിന്നെ എനിക്ക് ഭയങ്കര കൊതിയുണ്ടായിരുന്ന ആഫ്രിക്കൻ ഡാൻസൊക്കെ നന്നായിട്ട് കാണിക്കണമെന്നായിരുന്നു. അത് ഇത്തിരിയേ കണ്ടോളൂ. അത് കാരണം ഈ ഡെസേർട്ട് സഫാരിയിലൊക്കെ ചെന്നപ്പോൾ അവിടുത്തെ പെണ്ണുങ്ങളുടെ ഡാൻസൊക്കെ കണ്ടിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എണീറ്റ് നിന്ന് എടുത്തു, ഭാര്യ പിടിച്ച് താഴേക്ക് ഇരുത്തിയിട്ട്. അപ്പോൾ സാറി ആഫ്രിക്കൻ സാറ് വളരെ ഇത് പറഞ്ഞു, ശക്തമായ കാലടികളാണ് അല്ലേ അവർ ചവിട്ടി പൊളിച്ചുകൊണ്ടുള്ള എല്ലിൻ്റെ ബലമാണത്. ചവിട്ടി പൊളിച്ചുള്ള ഡാൻസും കാര്യങ്ങളും ഒക്കെ ഗംഭീരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ആഫ്രിക്കൻ നമ്മൾ അവിടുത്തെ നഗരജീവിതം സാറ് ചിത്രങ്ങളിലൂടെ കാണിച്ച് പോയതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു വലിയ അനുഭവമാണത്. ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റിയില്ലെങ്കിൽ മൃഗങ്ങൾ ക്രോസ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റിയല്ലോ. അതുപോലെ ഹിപ്പോപ്പൊട്ടാമസിനെയും മറ്റേതിനെയൊക്കെ കാണാൻ പറ്റിയതൊക്കെ സന്തോഷം തന്നെ. സാറ് എന്തായാലും പോയാൽ ഞങ്ങൾക്കൊരു ഇതുപോലെ യാത്രാ വിവരണവും സദ്യയും തരുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോൾ അത് പക്ഷേ നമ്മുടെ വിഷ്വൽസും വീഡിയോസും ഒന്നുകൂടെ അതൊന്ന് സജീവമാക്കിയിട്ട് സ്ക്രോൾ ചെയ്ത് ഒപ്പം പോയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഗംഭീരമായേനെ. അടുത്ത ഇവരിത്രയും ശക്തരായിട്ടും ഭയങ്കരമായിട്ടുള്ള മാറിടങ്ങളും ബട്ടക്സും ഒക്കെ ഉള്ള ആൾക്കാരാണ്, ആണും പെണ്ണും ഒക്കെ ഇവരുടേത്. അപ്പോൾ അത് ഈ ഭക്ഷണം ജനറ്റിക്കലായിട്ടുള്ള ഇതായിരിക്കും. ഈ ആഫ്രിക്കയിലാണ് ആദ്യത്തെ മനുഷ്യനുണ്ടായതൊക്കെ. അപ്പോൾ ആ കാട്ടു ജീവികളിൽ ഈ ഉറാങ്ങുട്ടാനിൽ നിന്ന് മനുഷ്യരിലേക്ക് മാറിയതിൻ്റെ ഇടയിലുള്ള ചങ്ങലയായിട്ട് വേണമെങ്കിൽ നമുക്ക് അവരെ കാണാം. അത്ര ശക്തരായിട്ടുള്ള ആളുകളും ഒക്കെ ആയിട്ട്. പക്ഷെ അവരെയൊക്കെ അടിമകളായിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ തലച്ചോറുള്ള വെള്ളക്കാർ അവരെ കൊണ്ടുപോയിട്ട് ചങ്ങലക്കിടുകയും അവരെ കൊണ്ട് ഭീകരമായിട്ട് മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒക്കെ അവരെ ജോലിയെടുത്ത്. നമുക്കിതൊക്കെ നല്ലൊരു ഗവേഷണം നടത്തിയിട്ട് സാർ ഇതൊരു ബുക്കായിട്ട് എഴുതിയാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആഫ്രിക്കൻ ഇരുണ്ട ഭൂഖണ്ഡം എന്ന എസ്കേപ്പ് അറ്റ് കാർഡൊക്കെ എഴുതിയത് പോലെ നമുക്ക് ഇതൊരു വലിയ സക്കറിയയുടെ വലിയൊരു ആഫ്രിക്കൻ യാത്രാ വിവരണമുണ്ട്. അത് മാതൃഭൂമി സീരിയലൈസ് ചെയ്ത് വായിച്ച ഓർമ്മ എനിക്കുണ്ട്. എന്തായാലും നന്നായി സാർ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു സാർ, എന്താ വൈകുന്നത് തിരിച്ചെത്തിക്കഴിഞ്ഞത് വരാത്തതെന്ന് ഉള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ബാക്കി കേൾക്കാൻ കൊതിയോടെ കാത്തിരിക്കുകയാണ്. നന്നായി സാർ, ഗംഭീരായി സാർ. ഇത്രയും റിസർച്ച് മൈൻഡോടുകൂടി അത് ആ യാത്രയിൽ സാറ് കൂടുതൽ അതിൻ്റെ തുള്ളികൾ ആസ്വദിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഇത്ര സൂക്ഷ്മമായിട്ട് ഞാനൊക്കെ ഇങ്ങനെ കാഴ്ച കണ്ട് പുറകോട്ട് ചാരിയിരുന്ന് ആസ്വദിക്കുകയുള്ളൂ. സാറ് ഈ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് തുടങ്ങി സിയാലിൽ നിന്ന് സാറ് ഞങ്ങളെയൊക്കെ ഇങ്ങോട്ട് വിമാനത്തിൽ കയറ്റിയിരുത്തി സൈഡ് സീറ്റിൽ ഇരുന്നോണമെന്ന് പറഞ്ഞു. അപ്പോൾ വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന്
അങ്ങനെ യാത്ര ചെയ്ത് പോയത് ഗംഭീരമായി. നന്നായി സാർ, അവതരണ രീതിയൊക്കെ ഗംഭീരമായി. താങ്ക് യു. വേണു സാറേ, അൺമ്യൂട്ടിങ്. നമ്മുടെ പുലരനൻ സാറിന്റെ ശ്രീമതിയുടെ പങ്ക് വലുതായി. പുലരനൻ സാറിന്റെ യാത്രാ അനുഭവം, ട്രാവൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്ത് 4 ദിവസത്തെ പരിപാടി. യാത്രകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നുള്ള എനിക്ക് ഞാനത് ശ്വാസം അടക്കി പിടിച്ചിട്ടാണ് പുലരനൻ സാറിന്റെ ഈ സംസാരം കേട്ടത്. കാരണം അത്രയും മനോഹരമായ അവതരണമായിരുന്നു സാറിൻ്റെ. പ്രത്യേകിച്ചും ഡേവിഡ് ലിവിങ്സ്റ്റൺ തുടങ്ങിയിട്ടാണ് അദ്ദേഹം ഈ യാത്രാ വിവരണം ആരംഭിച്ചത്. ഡേവിഡ് ലിവിങ്സ്റ്റനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ വിക്ടോറിയ വാട്ടർഫോൾസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ആദിവാസികളുടെ നൃത്തം, പിന്നെ എലിഫന്റ് ആനകളുടെ പ്രത്യേകതകൾ, ഏഷ്യൻ എലിഫന്റുകളും ആഫ്രിക്കൻ എലിഫന്റുകളും തമ്മിലുള്ള കമ്പാരിസൺ, ഇതൊക്കെ ഒരു യാത്രാഭരണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെ യാത്രകളെ സ്നേഹിക്കുന്ന വ്യക്തികൾ എന്നുള്ളതായിരിക്കും വളരെയധികം, എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അതൊരു വളരെയധികം മനോഹാരിത ഉള്ളതും മനസ്സ് കുളിർപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശില്പ ബുഷ് ഡിന്നറിനെ പറ്റിയാണ്. അവിടുത്തെ അടിപൊളി ആഹാര രീതികളെ പറ്റി പറഞ്ഞു, മനോഹരമായ സ്വാദിഷ്ടമായ ആഹാരങ്ങളെ പറ്റി പറഞ്ഞു. പ്രത്യേകിച്ചും പിന്നെ വേറൊന്ന് അദ്ദേഹം പറഞ്ഞത് കേപ്പ് ടൗൺ വന്ന് അവിടുത്തെ നഗരക്കാഴ്ചകളെ പറ്റിയാണ്. വ്യാവസായിക നഗരം, ഒരുപാട് കമ്പനികളുള്ള നഗരം, സമ്പന്നന്മാരുടെ നഗരം, ഇതേ രീതിയിലുള്ള നഗരക്കാഴ്ചകൾ അദ്ദേഹം കണ്ടു. അദ്ദേഹം അത് വിവരിക്കുകയുണ്ടായി. പിന്നെ കൂടുതലായിട്ട് പിന്നീട് അദ്ദേഹം പിന്നെ വേറെ ഹോട്ടൽ, താമസിച്ച ഹോട്ടൽ, സദേൺ സൺ ഹോട്ടൽ, ഒരു താമസിച്ച ഹോട്ടലിനെ പറ്റി പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു, അതായത് ഈ പല രാജ്യങ്ങൾ സന്ദർശിക്കാൻ നമുക്ക് അവസരം കിട്ടിയെന്ന് വരില്ല. ഇത്തരം കാര്യങ്ങൾ ഒരാൾ യാത്ര ചെയ്ത വ്യക്തി അതിനെപ്പറ്റി വിവരിച്ചു തരുമ്പോൾ നമുക്ക് അത് തന്നെ അത് ധാരാളം ആണ്. കാരണം ഇത്രയും സാമ്പത്തിക ബാധ്യത ഉള്ള ഒരു ടൂറ് എല്ലാവർക്കും നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്ര അനുഭവങ്ങൾ ഒരാൾ ഷെയർ ചെയ്യുമ്പോൾ അത് കേട്ടിരുന്ന് ആസ്വദിക്കുക എന്നുള്ളത് ടൂർ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ഏതായാലും ഇത്തരം ഒരു അറ്റംപ്റ്റിന് മുതിർന്നതിന് പുലരനൻ സാറിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇത്തരം വേദി ഇവിടെ സംഘടിപ്പിച്ചിരുന്ന സാബു സാറിനും ോടുള്ള കൃതജ്ഞതയും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ജോർജ് സാറേ പറ. താങ്ക് യു സബ് സാർ. ഹായ് പുലരനൻ സാറേ, അടിവെച്ച് മുന്നോട്ട് തന്നെ ഗംഭീരമായിരിക്കുന്നു. ജപ്പാൻ പര്യടനം കഴിഞ്ഞിട്ട് വീണ്ടും ആഫ്രിക്കൻ പര്യടനം തുടങ്ങിയിരിക്കുക. കൊള്ളാം. സാറിന്റെ അന്വേഷണ ത്വര അത് എല്ലാ മേഖലയും വളരെ സൂക്ഷ്മമായി ഒപ്പിയെടുക്കാൻ ഉള്ള ആ കുട്ടിത്വം വിട്ടുപാറത് യൗവനം നിറഞ്ഞ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്സാഹവും കൗതുകവും ഒക്കെ ഉള്ള ആ ഔത്സുക്യ ബോധം ഒക്കെ ഗംഭീരമായിരിക്കുന്നു. അഭിനന്ദനാർഹമാണ്, നോ ഡൗട്ട്. കൊതിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ വർണ്ണന കേട്ടാൽ തോന്നുന്നത്. ആഫ്രിക്ക ഒന്നുകൂടെ കണ്ടാലോ, ആഫ്രിക്കയും കൂടെ കാണാൻ കൊള്ളാവുന്ന ഒരു പ്രദേശമാണല്ലോ എന്ന് തോന്നിപ്പിക്കും. നയാഗ്ര അല്ല, വിക്ടോറിയ വെള്ളച്ചാട്ടം, പിന്നെ ആ വനവും അത്താഴം കഴിച്ച രംഗവും ആ മങ്ങിയ വെളിച്ചത്തിലുള്ള നൃത്ത ആസ്വാദനവും ഭക്ഷണ രീതിയും ഒക്കെ കൊതിയൂറ്റുന്ന വിധത്തിൽ തന്നെയായിരുന്നു വർണ്ണിച്ചത്. നന്നായിരുന്നു, നല്ല വർണ്ണന. സാറേ, ബാക്കി ഭാഗവും കൂടി കേൾക്കാൻ കാത്തിരിക്കുന്നു. ഇനിയും അനേക രാജ്യങ്ങൾ കാണാനും അതിന് വർണ്ണനകൾ കേൾക്കാനും ഞങ്ങൾ കൂടെ ഉണ്ടാകും, കാത്തിരിക്കും. ഈ വേദി സാബു സാർ സൗകര്യപ്പെടുത്തി തരും, കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ.
ഷാബു സാർ ഓക്കെ. ഓക്കെ, ഇനി ആരെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, അപ്പോൾ സാറേ ലയനൻ സർ, നമുക്ക് അടുത്ത സാറേ സെഷൻ എന്താ ഇനി? ആ അൽകുമാർ സാർ പറയും. സാറേ ലയനൽ സാറേ, നല്ല ഒരു യാത്ര വിവരണമാണ്. നമ്മളൊക്കെ അത് നേരിൽ കണ്ടതുപോലെയും അത് അനുഭവിക്കുന്നത് പോലെയും തോന്നി. ഇനി നമുക്കൊക്കെ ഞങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാന്ന് വെച്ചാൽ ഇനി പ്രായമായി ഒക്കെ നമ്മളങ്ങനെ വലിയ പ്രായം വലിയ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഒരു കണ്ടതുപോലെ ഒരു അനുഭവം ഉണ്ടായി. നല്ല വിവരണമാണ്. പിന്നെ ഇങ്ങനെയുള്ള ഈ ഒരേ പ്രായത്തിലുള്ളവരുടെ റിട്ടയർ ചെയ്ത ആൾക്കാരുടെ ഒക്കെ ആ ഒരുമിച്ചുള്ള ഒരു ഈ യാത്ര അത് മനസ്സിന് നല്ലൊരു സന്തോഷം നൽകുന്നതാണ്. നമ്മുടെ മുമ്പോട്ടുള്ള പോക്കിന് വളരെ ഉത്തേജനം നൽകുന്നതാണ്. നമ്മൾ എന്നും ഡെയിലി വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയും അങ്ങനെ നമ്മൾ ഡള്ളായിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ള ടൂറും പരിപാടികളൊക്കെ മനസ്സിന് നല്ല ഒരു ഉണർവ് നൽകുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്. ഇത് നമുക്കിങ്ങനെ കൂടെ കൂടെ ഓർക്കാനും പറ്റുന്നതാണ്. ഞാനൊക്കെ ആ കോളേജിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പിള്ളേരെയും കൊണ്ടൊക്കെ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഇപ്പോഴും ആ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ വരികയാണ്. അങ്ങനെ പോയ ആൾക്കാരൊക്കെ ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കാറുമുണ്ട്. അത് കാണുന്ന കുട്ടികൾ പോലും അതിനെപ്പറ്റി പറയാറുമുണ്ട്. എന്തായാലും ആ മൃഗങ്ങളെയൊക്കെ കണ്ടതും അവിടുത്തെ ഭക്ഷണ രീതികളും അവരുടെ സംസ്കാരവും അവരുടെ പണ്ടുണ്ടായ അവരെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ മാറ്റി അവരുടെ സംസ്കാരം ഇതൊക്കെ സാറ് വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ അവതരിപ്പിച്ചു. നല്ല അടിപൊളിയായിട്ടുള്ള അവതരണമാണ്. ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. അല്ല, സാബു സാറിനും സൗഖ്യമെന്ന് വിചാരിക്കുന്നു. എല്ലാം ദൈവത്തെ അർപ്പിച്ചു ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഓവർ ടു സാബു സാർ. ഓക്കെ, ഓക്കെ സാർ. അപ്പോൾ ഇനി വേറെ ആരുമില്ല. അപ്പോൾ ലയനൻ സാർ, നമുക്ക് അടുത്ത ആഴ്ചയിൽ അടുത്ത ടോപ്പിക് എടുക്കും അല്ലേ? ഓക്കെ, ലയനൻ സാർ കേൾക്കുന്നുണ്ടോ? സ്ട്രക്കായോ? ഓക്കെ സാർ, അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം അല്ലേ? ഓക്കെ, ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. സി